3, 2, 1 സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഈ കാണുന്നതാണ് സ്വർഗം. മുമ്പിൽ വേമ്പനാട്ട് കായൽ, കായലിലേക്ക് പതിയെ താഴാനൊരുങ്ങുന്ന സൂര്യൻ, അസ്തമയ സൂര്യൻ. അച്ഛാ, സ്വർഗത്തിൽ പോയാലോ എന്ന മക്കളുടെ ചോദ്യമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. സ്വർഗം ബാക്ക് വാട്ടേഴ്സ്. NH-66 നിന്നും ഏതാണ്ട് 2 കിലോമീറ്റർ മാറി കായൽ തീരത്തുള്ള കുമ്പളത്തുള്ള സ്വർഗം ബാക്ക് വാട്ടേഴ്സ്. ഓടിച്ചൊരു നോട്ടത്തിൽ ആദ്യം കണ്ടത് ഒരു കുൾഫി ഷോപ്പാണ്. കുൾഫിയിൽ 4 കുൾഫികൾ വാങ്ങി ഞങ്ങളുടെ അഡ്വഞ്ചർ ആരംഭിക്കുകയാണ്. എറണാകുളം KSRTCയിൽ നിന്നും NH-66 ഏതാണ്ട് 14 കിലോമീറ്റർ ചേർത്തല ഭാഗത്തേക്ക് യാത്ര ചെയ്താൽ നമുക്ക് സ്വർഗത്തിലെത്താം. ഈ പ്രകൃതി, ഈ സമയം, ഈ ആംബിയൻസ്, ഇതൊന്ന് കാണാതിരിക്കുന്നത് വൻ നഷ്ടമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വർഗം ബാക്ക് വാട്ടേഴ്സ് എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റിന് 2 ഡൈനിങ് ഏരിയകളുണ്ട്. അതിൽ ആദ്യത്തേത് കടവാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം സൂര്യാസ്തമയമൊക്കെ കണ്ട് കായലിൻ്റെ ഓളങ്ങളെയൊക്കെ കണ്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാവുന്ന ഒരു സ്ഥലമാണ് കടവ് ഡൈനിങ് ഏരിയ. ഇതാണ് കടവ് ഡൈനിങ് ഏരിയ. കടവിൽ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. കടവിലിതാ മെനു കാർഡ് വന്നിട്ടുണ്ട്. മെനു കാർഡിൻ്റെ പരിശോധനകളാണ് നടക്കുന്നത്. അതിൽ എക്സ്പേർട്സൊക്കെ മക്കളായതുകൊണ്ട് അവരാണ് അതൊക്കെ ഓർഡർ ചെയ്യുക. ഓർഡർ എടുത്ത വിഭവങ്ങൾ വരുന്നവരെ നമുക്കൊരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ റെസ്റ്റോറൻറ്റ് മറ്റൊരു പ്രധാന ഭാഗമായ കൂടാരം ഒന്ന് കണ്ടുവരാം. ഈ കാണുന്നതാണ് കുക്കിംഗ് ഏരിയ. ഇത് കൂടാരത്തിലേക്കുള്ള വഴിയാണ്. വളരെ സിമ്പിളും വളരെ മനോഹരമായിട്ട് ലൈറ്റിങ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഏരിയയാണ് കൂടാരം എന്ന് പറയുന്നത്. കടവിൽ കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ്.
കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ആദ്യം പ്ലേറ്റ് വന്നു. പ്ലേറ്റിൻ്റെ കൂടെ സ്വർഗം ചിക്കനും, പിന്നെ പൊരിച്ച നെയ്മീൻ വന്നു, കാന്താരിയിട്ട ബീഫ് വന്നു, കള്ളപ്പം വന്നു, പത്തിരി വന്നു, പിന്നെ അറ്റാക്ക് തുടങ്ങിയാണ്. ഇതിനിടയിൽ കട്ടൻ വന്നു, നാടൻ ചിക്കൻ കറി വന്നു, പുട്ടും വന്നു. ദൂരെ കായലിലൂടെ അതാ ഒരു വള്ളം നീങ്ങുന്നു. വള്ളത്തിൻ്റെ പോക്ക് ഞങ്ങളിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ അരൂർ കുമ്പളം പാലത്തിലൂടെ ഒരു ട്രെയിൻ കടന്നു പോകുന്നു. വീണ്ടും നമ്മുടെ മേശയിൽ നോക്കുമ്പോൾ പ്ലേറ്റുകളെല്ലാം ഏതാണ്ട് കാലി. മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു തൃപ്തി എല്ലാവരുടെയും മുഖത്ത് അത് പ്രതിഫലിപ്പിക്കുന്ന ഒരു ഫോട്ടോ. ഇനിയും സ്വർഗത്തിനോട് ഗുഡ് ബൈ പറയുകയാണ്. സമയം ഏതാണ്ട് 2 മണിക്കൂറോളം ആയിരിക്കുന്നു ഞങ്ങളിവിടെ എത്തിയിട്ട്. ഈ ആംബിയൻസിന് ഐഡിയ കൊടുത്ത സ്വർഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും അനുമോദനങ്ങൾ പറഞ്ഞുകൊണ്ടും സ്വർഗത്തിനോട് യാത്ര പറയുകയാണ്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.